അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. നിലവിൽ പ്രദേശവാസികളുടേതടക്കം 265 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 290 പേർ മരിച്ചതായി അനൌദ്യോഗിക സ്ഥിരീകരണവുമുണ്ട്. മരിച്ചവരിൽ പ്രദേശവാസികളും ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടും. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. വിമാനാപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഔപചാരിക അന്വേഷണം ആരംഭിച്ചതായി സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു. വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തുന്നു. നിരവധി ആളുകളുടെ മരണം. ദുരന്ത സ്ഥലത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്? വിമാന ദുരന്തം ആ ദുരന്തമുണ്ടായിട്ട് ഇപ്പോൾ ഏതാണ്ട് 12 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ മരണസംഖ്യ ഏതാണ്ട് 300ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതുവരെ 290 മരണമാണ് അനൗദ്യോഗികമായി മരിച്ചു എന്നുള്ളൊരു മരണസംഖ്യ കണക്കാക്കിയിരിക്കുന്നത്. ഈ മരിച്ചവരിൽ അവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിലെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും എല്ലാം ഉൾപ്പെടുന്നു. ആകെ 242 യാത്രക്കാരുണ്ടായിരുന്ന വിമാനമാണ്. അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ ഒരാൾ ഒഴികെ 241 പേരും വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും മരിച്ചതായി എയർ ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതിനു പുറമെ ഈ വിമാനത്താവളത്തിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള മേഘാനി നഗറിലെ ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. വളരെയധികം ജനബാഹുല്യമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മരിച്ചവരിൽ നിരവധി പ്രദേശവാസികളും ഉൾപ്പെടുന്നു. അതിനു പുറമെയാണ് ഈ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ കെട്ടിടത്തിലേക്കാണ് വിമാനം വന്ന് വീണത് തന്നെ. നമ്മളെല്ലാം ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ കെട്ടിടത്തിന് മുകളിൽ വിമാനം ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ആ സമയത്ത് വിദ്യാർത്ഥികൾ മെസ്സിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയ സമയമായിരുന്നു എന്നതിൽ തന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാൻ അതും ഒരു കാരണമായിട്ടുണ്ട്. അത്തരത്തിൽ 5 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 5 MBBS വിദ്യാർത്ഥികളാണ് ഈ ഒരു ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത്. മാത്രമല്ല 5 വിദ്യാർത്ഥികളെ കാണാനില്ല എന്നും പരാതിയുണ്ട്. ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ കെട്ടിടത്തിന് മാത്രമല്ല സമീപത്തുള്ള നിരവധി കെട്ടിടങ്ങൾക്കൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു പക്ഷേ ഇവർ ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഈ തീപിടുത്തത്തിൽ അവരുടെ മൃതദേഹം നശിച്ചു പോയിരിക്കുമോ എന്നെല്ലാമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെയോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയായതാണ് അറിയിച്ചിരിക്കുന്നത്. വിമാനം തകർന്നു വീണ സ്ഥലത്ത് ഉണ്ടായിരുന്ന 49 പേർ അല്ലെങ്കിൽ ഏതാണ്ട് 50നോടടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 241 പേർക്ക് പുറമെ ഈ വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന ഏതാണ്ട് 50നോടടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം. ഈ കൊല്ലപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിനടക്കമുള്ള നടപടികൾ ഇനി സ്വീകരിക്കേണ്ടതുണ്ട്. നിലവിൽ വിമാനത്തിലുണ്ടായിരുന്നവരെ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവരിൽ 80 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിമാനം വലിയ രീതിയിൽ തീ പിടിച്ച് കത്തിയമർന്നാണ് നിലം പതിച്ചത്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ഏതാണ്ട് 170ഓളം മൃതദേഹങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. 48 മുതൽ 76 മണിക്കൂറുകൾക്കുള്ളിലായിരിക്കും ഈ DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തുവരിക. ഇതിനായി വിമാനത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ ഇന്നലെ തന്നെ അഹമ്മദാബാദിലടക്കം എത്തിച്ചേർന്നിരുന്നു. അവരിൽ നിന്നടക്കം DNA സാമ്പിളുകൾ ശേഖരിച്ചാണ് ഇപ്പോൾ DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 170ഓളം മൃതദേഹങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ മൃതദേഹങ്ങൾ ആരുടേതാണ് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ മരണസംഖ്യ 300ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതുവരെ സ്ഥിരീകരിച്ച മരണം 290 എങ്കിലും പരിക്കേറ്റ ആളുകളുടെ എണ്ണം നിരവധിയാണ്. അതിൽ തന്നെ പലരുടെയും പരിക്കിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ എത്രത്തോളം തീവ്രതയുള്ളതാണ് പരിക്ക് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ കാണാതായ 5 വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതും നമുക്ക്
നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് നമുക്ക് സംഭവ സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന വിവരം. പ്രദേശവാസികളടക്കം നൽകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണസംഖ്യയെക്കാളും ആളുകൾ മരിച്ചിരിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ മരിച്ച അല്ലെങ്കിൽ ഏറ്റവും അധികം ജീവൻ നഷ്ടപ്പെട്ട വിമാന ദുരന്തങ്ങളിലൊന്നായി ഈ അഹമ്മദാബാദിലെ ഈ ദുരന്തം മാറും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് വെറും 3 മിനിറ്റുകൾ മാത്രമാണ് റൺവേയിൽ നിന്ന് ഈ അപകടം നടക്കുന്നത് വരെ വിമാനം എടുത്ത സമയം എന്ന് പറയുന്നത്. ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് തന്നെ വിമാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലടക്കം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ റൺവേയിൽ വിമാനം നീങ്ങാൻ ആരംഭിച്ചത് മുതൽ ഈ വിമാനം തകർന്നു വീഴുന്നത് വരെ വെറും 3 മിനിറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ടേക്ക് ഓഫിന് ശേഷം വെറും സെക്കൻഡുകൾക്കുള്ളിലാണ് വിമാനം ഏതാണ്ട് 800 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദുരന്ത സ്ഥലത്തുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണമായും പൂർത്തിയായിരിക്കുകയാണ്. ഇനി അവശിഷ്ടങ്ങളടക്കം പരിശോധിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ നീക്കുകയും വിമാനത്തിൻ്റെ അപകടകരമായ ഭാഗങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. വിമാനത്തിൽ ഏതാണ്ട് പൂർണ്ണമായും ഇന്ധനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വിമാനം ഇത്ര പെട്ടെന്ന് തീ പിടിക്കാനും അതും തീ ഇത്ര വലിയ രീതിയിൽ തീ ആളിക്കത്താനും ഇതിലുണ്ടായിരുന്ന ഇന്ധനത്തിൻ്റെ അളവ് ഒരു കാരണമായിട്ടുണ്ട്. വിമാനം സെക്കൻഡുകൾക്കുള്ളിലാണ് അഗ്നിഗോളമായി മാറിയത്. വിമാനത്തിനടുത്തേക്ക് അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലാണ് തീ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയാൾ പോലും ബാക്കിയില്ല. അത് വിമാനത്തിൽ നിന്ന് തെറിച്ചു വീണ ബ്രിട്ടീഷ് പൗരത്വമുള്ള ഒരാളല്ലാതെ, വിശ്വാസ് കുമാർ അല്ലാതെ മറ്റെല്ലാവരും ഒറ്റയടിക്ക് ഒരു ക്ഷണം മാത്രം കൊണ്ട് ജീവൻ നഷ്ടപ്പെടാൻ ഒരു കാരണമായത് ഇത്രയധികം ഇന്ധനം അതിലുണ്ടായിരുന്നത് കൊണ്ടാണ് എന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഈ അപകടത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രധാന വകുപ്പുകളും ഏജൻസികളുമായി ഉന്നതതല യോഗങ്ങൾ ഇന്നലെ തൊട്ടേ ചേർന്നിരുന്നു. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ അടിയന്തര ഉന്നതതല യോഗം ചേരുകയും വിവിധ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനായുള്ള വിവിധ NDRF, SDRF, ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങളെയും അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളായ CISF അടക്കമുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇനി തുടർന്നുള്ള നടപടികൾക്കും ഇത്തരത്തിൽ വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സംഘങ്ങളും പ്രവർത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6ഓളം NDRF, SDRF സംഘങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദേശീയ കേന്ദ്ര അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുമുള്ള ദേശീയ ദുരന്ത നിവാരണ സംഘങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വിമാനാപകടത്തിൻ്റെ ആഘാതം ബാധിച്ചിട്ടുള്ളത് അഹമ്മദാബാദ് കൻ്റോൺമെൻറ്റിലുള്ള IGP കോമ്പൗണ്ട്, അതായത് ഈ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ അടക്കമുള്ള 5 കെട്ടിടങ്ങൾ അടങ്ങുന്ന IGP കോമ്പൗണ്ടിനെയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി പഴയ നിലയിലേക്ക് സാധാരണഗതിയിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് ഇനി ബാക്കിയുള്ളത്. അതോടൊപ്പം പറയാനുള്ളത്, പരിക്കേറ്റ ആളുകളെ നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 8 മണിയോടുകൂടി അഹമ്മദാബാദിൽ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അഹമ്മദാബാദിൽ എത്തിയ ശേഷം അദ്ദേഹം സിവിൽ ആശുപത്രി സന്ദർശിക്കുകയും അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കും. അതുപോലെ തന്നെ വിമാനം തകർന്നു വീണ ദുരന്ത സ്ഥലം സന്ദർശിച്ച് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അധിപനായിട്ടുള്ള മന്ത്രി റാംമോഹൻ നായിഡു ഇന്നലെ തൊട്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇന്നലെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിനു ശേഷമായിരിക്കും അവിടെ നിന്ന് മടങ്ങുകയുള്ളൂ. എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ 8 മണിയോടുകൂടി അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം അഹമ്മദാബാദിലെത്തും. അതിനുശേഷം കേന്ദ്രമന്ത്രി അമിത് ഷായും അതുപോലെ തന്നെ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പ്രധാനമന്ത്രിയും ചേർന്ന് ദുരന്ത സ്ഥലം സന്ദർശിക്കുകയും അപകടത്തിൻ്റെ വ്യാപ്തിയും ഇനി സ്വീകരിക്കേണ്ട നടപടികൾ, രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇനി സ്വീകരിക്കേണ്ട നടപടികൾ അടക്കം വിലയിരുത്തുകയും ചെയ്യും. വൃന്ദ.
തീർച്ചയായും നൂറോളം ആളുകളുടെ മരണത്തിന് കാരണമായ വിമാന അപകടത്തിലാണ് ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രി അടക്കം 8 മണിയോടുകൂടി ഇവിടെ എത്തും. തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഒപ്പം തന്നെ അതുല്യ വിമാനം അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം എന്ത് എന്നുള്ളതിലാണ് ഇനിയും ഒരു വ്യക്തത വേണ്ടി വരുന്നത്. നിലവിൽ നിരവധിയായിട്ടുള്ള അന്വേഷണ സംഘങ്ങളെ എല്ലാം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെടാനുള്ള കാരണങ്ങൾ എല്ലാം തന്നെ ഇതിൽ നിന്നും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ അറിയാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാം. ഒപ്പം തന്നെ കേരളത്തിൻ്റെ നോവായി മാറി എന്ന് തന്നെ വേണം പറയാൻ. ലണ്ടനിലെ നഴ്സ് ജോലി മതിയാക്കി നാട്ടിൽ തിരികെ എത്തി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചിരുന്ന രഞ്ജിതയുടെ മരണവും ഇതിൽ ഏറെ നോവായി തന്നെ മാറിയിരിക്കുകയാണ്. തീർച്ചയായും ബൃന്ദ, നിലവിൽ രഞ്ജിതയുടെ സംസ്കാര ചടങ്ങുകളടക്കം ഇനി നടക്കേണ്ടതുണ്ട്. അവരെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന നടപടികളടക്കം ഇനി പൂർത്തിയാക്കാനുണ്ട്. അതിനു മുൻപായി ആദ്യം സൂചിപ്പിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് ആദ്യ മണിക്കൂറിൽ തന്നെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ആഭ്യന്തര അന്വേഷണം ഇന്നലെ തന്നെ നടത്തിയിരുന്നു. അതോടൊപ്പം ഇപ്പോൾ എയർ ഇന്ത്യയും ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഔദ്യോഗികമായി ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ വിമാനാപകടം അന്വേഷിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഔദ്യോഗിക ഏജൻസിയാണ് AAIB അഥവാ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്നത്. ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആയിരിക്കും ഈ വിമാനാപകടത്തെക്കുറിച്ച് വിശദമായ ഔദ്യോഗിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുക. നിലവിൽ ഈ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിൽ സഹകരിക്കും എന്ന് ബോയിങ് കമ്പനിയുടെ CEO അറിയിച്ചിട്ടുണ്ട്. ബോയിങ് വിമാനങ്ങൾ സാധാരണയായി വളരെ സുരക്ഷിതമാണെന്നും ഇത്തരത്തിൽ ബോയിങ് വിമാനങ്ങളിൽ നിന്ന് ഇത്തരമൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ആശങ്കപ്പെടുത്തുന്നതാണെന്നും അതുകൊണ്ട് തന്നെ നിലവിൽ ഈ AAIB നടത്തുന്ന ഔദ്യോഗിക അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും അന്വേഷണത്തെ പിന്തുണയ്ക്കും എന്നും ബോയിങ് CEO അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 53ഓളം UK പൗരന്മാർ, ബ്രിട്ടനിൽ നിന്നുള്ള 53 ആളുകൾ ഈ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UK ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വിദഗ്ധ സംഘത്തെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് അയക്കും എന്ന് ഹൗസ് ഓഫ് കോമൺസ് അല്ലെങ്കിൽ UK ഫോറിൻ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിനു പുറമെ അമേരിക്കയുടെ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NTSB അഥവാ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അവരും ഒരു സംഘത്തെ ഇന്ത്യയുടെ ഈ അന്വേഷണത്തിലേക്ക് സഹകരിക്കുന്നതിനായി അയക്കും എന്നറിയിച്ചിട്ടുണ്ട്. AAIB നടത്തുന്ന അന്വേഷണത്തിന് ആ അന്വേഷണത്തിൽ പങ്കാളികളാകുന്നതിനായി ഈ US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിൻ്റെ ഒരു വിദഗ്ധ സംഘം കൂടി, പ്രത്യേകിച്ചും സാങ്കേതിക വിദഗ്ധന്മാരടങ്ങുന്ന ഒരു സംഘം കൂടി ചേരും. അത്തരത്തിൽ വലിയ